ഇനി നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ആർ അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുകയാണ്. പുതിയതായി കുറേ വിഷയങ്ങൾ കൂടി എത്തുകയാണ്. പ്രത്യേകിച്ച് ഈ മധ്യപൂർവേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാടൊക്കെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്ന ഘട്ടം കൂടിയുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു കോൺഗ്രസ്. ഒപ്പം ബീഹാറിലെ ജടിലമായ രാഷ്ട്രീയ നീക്കങ്ങൾ, നിതീഷ് കുമാറിന്റെ മകന്റെ രാഷ്ട്രീയ പ്രവേശം. തീർച്ചയായിട്ടും ഗോകുൽ, ഈ വരുന്ന ഈ ദിവസത്തിൽ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത അത് തന്നെയാണ്. കാരണം നാളെ ഈ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് 6 മണിക്ക് ചേരുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് ഇരുസഭകളും പ്രക്ഷുബ്ധമാവാൻ കാരണം ഇന്ത്യ US വ്യാപാര കരാർ, അതുപോലെ തന്നെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ MM നരവണയുടെ പുസ്തകമടക്കം രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കുകയും തുടർന്ന് ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടുന്നതായിരുന്നു ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം രാജ്യം കണ്ടത്. എന്നാൽ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിരവധി വിഷയങ്ങൾ ഭരണപക്ഷത്തിന് പ്രതികൂലമായി തന്നെ മുന്നിലുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അമേരിക്കയുടെ അനുമതി നൽകിയ ആ ഒരു വാർത്ത, അത് സംബന്ധിച്ചും കോൺഗ്രസ് ഭരണപക്ഷത്തിനെതിരെ BJPക്കെതിരെ രംഗത്തെത്തിയതാണ്. എന്തായാലും ഇന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗം 6 മണിക്കാണ് ചേരുന്നത്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായിട്ടും ഈ രണ്ടാം ഘട്ടത്തിൽ എന്താണ് പാർട്ടി സ്വീകരിക്കേണ്ട നയം, ഒപ്പം തന്നെ ഏത് വിഷയം ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതിൽ സ്പീക്കറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ളതാണ് പ്രധാന അജണ്ടയായി വരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിനി സഭയിൽ എങ്ങനെയാണ് ആ വിഷയം ഉയർത്തേണ്ടത്. ഒപ്പം ഇതിൽ ഏറ്റവും പുതുതായി കടന്നു വരുന്നത് ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവേഷ്യ സംഘർഷം തന്നെയാണ്. അതിൽ എന്തായിരിക്കണം കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കും ഇരു സഭകളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ യോഗം ഇന്ന് 6 മണിക്ക് ചേരാനായി ഇരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് ബീഹാർ രാഷ്ട്രീയം സംബന്ധിച്ചാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിന്റെ ഉദയം എന്നുകൂടി വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകൻ ഇന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുകയാണ്. നിഷാന്ത് കുമാർ ഇന്ന് രാവിലെ പട്നയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയായിരിക്കും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അംഗത്വം സ്വീകരിക്കുക. ഒപ്പം തന്നെ അദ്ദേഹം ഈ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ സംസ്ഥാന പര്യടനം നടത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ ആലോചനയിലുണ്ട്. സംസ്ഥാന പര്യടനം നടത്തും എന്ന കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഉപമുഖ്യമന്ത്രി പദത്തിൽ ഒന്ന് നിഷാന്ത് കുമാറിന് നൽകിയേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രി പദം BJPയിലേക്ക് പോകുന്നു എന്നതാണ് രാഷ്ട്രീയമായി ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ബീഹാറിലെ മുഖ്യമന്ത്രി പദം BJPയിലേക്ക് പോകുന്നു. എന്തായാലും ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബീഹാർ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഗോകുൽ, ക്രിസ്റ്റിന. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്താ സാധ്യതകൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.